വർക്കിച്ച മുതലാളി. പിള്ളേർ രണ്ടും, ഒരാള് ഇംഗ്ലണ്ടില്, ഒരാള് UAയില്, ഒരാള് UKയില്, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്. ഞാൻ ഒറ്റയ്ക്ക് കാര്യസ്ഥം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ചില ചിലക്കാരും പരിപാടിയൊക്കെ ഇട്ട് അങ്ങനെ ഇവനെ ഈ ചെറുക്കനെ ഒരു കാര്യം ഏൽപ്പിച്ച ചെയ്യത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമുണി ബ്രേക്ക് അങ്ങ് നിന്നാ കാര്യമായി. അല്ല എന്റെ മൂക്കിനകത്തോട്ട് ഇപ്പൊ കയറിപ്പോയത്. എത്ര നേരമായിട്ട് ഇവിടെ കിടന്ന് തൊണ്ടയിട്ട് കളിക്കുന്നു ഈ വർക്കിച്ച മുതലാളി. എന്റെ മുതലാളി ഞാനവിടെ കുരുമുളക് പറിച്ചോണ്ടിരിക്കുന്നു. എന്തോ ഇത്ര നേരം കുരുമുളക് പറിക്കുന്നത്? അല്ലല്ല, പറിച്ചോണ്ടിരുന്നപ്പോ ഏണി മറിഞ്ഞാടി പോയി. എന്നിട്ട് ഞാൻ ഒരു കൊല കുരുമുളകില് തൂങ്ങി പിടിച്ച് കിടന്നു. അല്ലാതെ ഒരു കാക്കച്ചി വന്നിട്ട് അറിഞ്ഞ പുറഞ്ഞ കൊത്തി. കാക്ക വിചാരിച്ചു ഞാൻ ഈ കുരുമുളകിന്റെ താഴത്ത് തൂങ്ങി കിടക്കണ പ്യൂപ്പയാന്ന്. പിന്നെ ഞാൻ നിന്നോട് വേറൊരു വിവരം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. എനിക്കൊരു കംപ്ലൈന്റ് നിന്നെ കുറിച്ച് കിട്ടി. കഴിഞ്ഞ ദിവസം നീ ആ ജനറൽ ഹോസ്പിറ്റലിലെ വാതിക്കെ കിടന്ന് നീ ബഹളം വെക്കുന്നു. അവിടുത്തെ പയ്യന്മാർ എന്നെ വിളിച്ചു പറഞ്ഞു. ആ വർക്കിച്ച മോലാളി, ആ കാര്യസ്ഥനുണ്ടല്ലോ, അതായത് വർക്കിച്ച മോലാളി അച്ഛന്റെ പ്രായമുണ്ട്, പക്ഷെ കണ്ടാൽ ഫീൽ ചെയ്യാത്ത ആ മനുഷ്യൻ ബഹളം വെക്കുന്നു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. എനിക്ക് നാണക്കേടാണ്. അത് ചോദിക്കേ. എന്റെ അച്ഛന് നെഞ്ചുവേദന എടുത്തിട്ട് ഞാൻ ആശുപത്രി കൊണ്ടുപോയതാ. അവളെ ചെന്നപ്പോ പറയാണ് ഇഞ്ചി 1 ഗ്രാം കൊണ്ട് ചെല്ലാൻ. അച്ഛന്റെ കേസല്ലേ, നിസാര കേസാണോ? 5 കിലോഗ്രാം ഇഞ്ചി അവരുടെ കൈ കൊണ്ടു കൊടുത്തപ്പോ ഡോക്ടർക്ക് എന്നോട് ഇഞ്ചി പറയാനുള്ള സാധ്യതയില്ല. ഞാൻ ചിട്ടിങ്ങനത്തെ അല്ല, അങ്ങനത്തെ എന്റെ കാര്യമില്ലല്ലോ. ഇല്ലില്ല, അങ്ങനെ വരാനുള്ള യാതൊരു മാർഗവും ഞാൻ. എടാ ചെറുട്ടസ്വാമി, ഇത് ഇഞ്ചി 1 ഗ്രാം എന്നാണോ എഴുതി വെച്ചത്? എടാ 5 ഗ്രാം വേണം എന്നാണ്. അതായത് ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗം ബ്ലോക്ക് കണ്ടുപിടിക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ മുതലാളി, നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെയാണ് ബ്ലോക്ക്, വില്ലേജ്, പഞ്ചായത്ത്. അതിനെ പ്രത്യേകിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നീ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാൽ അകത്ത് പോയി ഞാൻ നാരങ്ങ ഞെക്കി എടുത്തോണ്ട് വരും. എന്നിട്ട് അതേ കെച്ച് വെച്ച് ഞെക്കില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വർക്കിച്ച മോലാണ് നിന്നോട് പറയുന്നു. ഇന്ന് പഞ്ചായത്തിൽ നിന്ന് കൊതുകിന് മരുന്നടിക്കാൻ വരും. എങ്ങോട്ടും പൊക്കളയരുത്. അതെന്നോടല്ല, കൊതുകിനോട് പറയണം. ഞാനാണോ പോട്ടത്? പഞ്ചായത്തിൽ നിന്ന് മരുന്നടിക്കാൻ ആൾ വരുമ്പോൾ നീ ഇവിടെ കാണണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരാഴ്ചത്തെ ലീവ് നിർബന്ധമായിട്ട് വേണം. കൊതുകിന് മരുന്നടിക്കല്ലേ, നമുക്ക് അതൊക്കെ തന്നെ ധാരാളം. ഇന്നാളൊരു ദിവസം പഞ്ചായത്തിൽ നിന്ന് കൊതുകിന് മരുന്നടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവൻ എന്നോട് പറയാ കൊതുകിന് എന്താ അസുഖമെന്ന്. ഞാൻ പറഞ്ഞു ഫാറ്റ് ലിവർ A ഗ്രേഡ് എന്ന്. ഞാൻ കേട്ടോ മുതലാളി, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ TV ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മേടിച്ചേണ്ട കാര്യം? അതായത് നീ ഇന്നാളൊക്കെ എപ്പോഴും എന്നോട് പറയത്തില്ലേടാ, നിന്റെ വീട്ടിലെ 16 ഇഞ്ചിന്റെ ഒരു ചെറിയ TV ആയിരിക്കുന്നത്. അതാണ് എപ്പോഴും ഗെയിംസ്, പിന്നെ സൈഡിൽ ഒരു കറുത്ത കളറ്. അപ്പൊ ഇത്രയും വർഷമായിട്ട് നീ എന്റെ കൂടെ നിൽക്കുന്നവനല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേടാ. ഒരു സുമതിയെ കൊച്ചിനോടൊരു ഓട്ടോട്ട് വിളിച്ചിട്ട് വരാൻ പറയാടിയേ. മുതലാളി TV മേടിച്ചു വച്ചേക്കണടി നമുക്ക്. എന്തോ നിനക്ക് ഞാനല്ല വേറെ മുതലാളി ഉണ്ടോടാ? ഇല്ല. പിന്നെ ഏത് മുതലാളി നിനക്ക് TV മേടിച്ചു വെച്ചേ? എടാ ഇൻഡക്ഷൻ കുക്കർ പോലും അകത്തോട്ട് പോകാത്തത്ര ചെറിയ കട്ടളുണ്ട് നിന്റെ വീട്ടിൽ. എങ്ങനെയാണ് ഈ മരുന്ന് കയറ്റുന്നത്? നിനക്ക് ഉണ്ടാക്കി വെച്ചേക്കല്ല. നീ വേണോ ഇവിടുന്ന് കണ്ടോണം, കണ്ണി പതിപ്പിച്ചോണം, വീട്ടിൽ ചെന്ന് കഥ പറഞ്ഞോണം. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. പുതിയ TV അതെ, നമ്മൾ രണ്ടുപേരും മാത്രം. എന്റെ കയ്യിലൊരു കാസറ്റ് ഉണ്ട്, നമുക്ക് കണ്ടാലോ? സദാസമയം ദൈവപൂജാരും പ്രാർത്ഥനയായിട്ട് കഴിയുന്ന ഒരു തറവാടായത്. ആ തറവാട്ടിൽ വൃത്തിയായിട്ട കാസറ്റ് കൊണ്ട് ഞാൻ പൊറോടിക്കാൻ പിടിക്കും. ഞാൻ സോറി, ഞാൻ എന്റെ ഒരു ആവേശത്തള്ളലിൽ പറഞ്ഞു പോയതാണ്. മുതലാളിക്ക് ഇത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഇഷ്ടമില്ലാത്തോണ്ടല്ല, പിന്നെ ആകെപ്പാടെ ഞാനിവിടെ ഒറ്റയ്ക്ക്. അതെ, വൈകുന്നേരം 6 മണിയാകുമ്പോ നീ വീട്ടിൽ പോകും. ഞാൻ പോകും. നീ നാളെ നേരം വിളിക്കുമ്പോ ഇവിടെ വരുമ്പോൾ ഇതെല്ലാം കൂടെ കണ്ട് BP കയറി ഞരമ്പൂട്ടി ഞാനിവിടെ കിടക്കണം. പിന്നെ ഞാൻ ഈ TV മേടിച്ചത് നമ്മുടെ പുത്തമ്പുരയിലെ ഇട്ടിച്ചനില്ലേടാ, അവനും ഞാനുമായിട്ട് ഈ ബിസിനസ് പരമായിട്ടൊക്കെ ഒരു ആരോഗ്യപരമായ മത്സരമുണ്ടെന്ന് നിനക്കറിയാം. പല സ്ഥലത്തും അവനെ പല കാര്യങ്ങളും തോപ്പിക്കുന്നു, പല സ്ഥലത്ത് ഞാൻ അവന്റെ മുന്നിൽ ജയിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളിയിൽ കുർബാന കൂടാൻ പോയപ്പോ ഈ ഇട്ടിച്ചൻ അവിടെ നിന്നുണ്ട് എന്നെ നോക്കിയിട്ട് വർക്കിച്ചോ
ഈ താടിയല്ല ജോയിന്റ് വിട്ടുകൂടാ ഇടയ്ക്ക് അടച്ചു കൊടുക്കണം. ആ എന്നെ വിളിച്ചിട്ട് വർക്കിച്ചോ വീട്ടിലോട്ടൊന്ന് വരണം, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലോട്ട് വിളിച്ചു. എന്ത് കാര്യത്തിന്? ഞാൻ നേരെ ഇട്ടിച്ചിന്റെ വീട്ടിൽ ചെന്നപ്പോ എന്നാ ഹാളിനകത്തോട്ട് കയറിയപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. അവന്റെ ചെറുക്കൻ ജർമ്മനി എന്നെ കണ്ട് ഒരു ചെറിയ TV കൊടുത്തു വിട്ടു. അത് ഏതൊക്കെയോ ആൻഡ്രോയിഡോ എന്തോ പരിപാടിയാന്ന് പറയുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ ഒതുക്കാനുള്ള പരിപാടി. പക്ഷേ അവനെ ഒതുക്കാൻ വേണ്ടി അപ്പൊ തന്നെ ഞാൻ നേരെ ഇംഗ്ലണ്ടിലേക്ക് എന്റെ ചെറുക്കനെ വിളിച്ചു പറഞ്ഞു. ഇന്നലെ മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇറങ്ങിയ ന്യൂ എഡിഷൻ പുതിയ സാധനം. അപ്പൊ തന്നെ ചെറുക്കൻ നേരെ കൊറിയർ അയക്കുമായിരുന്നു. അവൻ ഇവിടെ വരണം, അവന്റെ ഈ TV കണ്ടിട്ട് അവന്റെ കണ്ണ് ബുൾസൈ തല്ലുന്ന വെളിയിലോട്ട് വരണം. അവന്റെ മുമ്പ് കിടന്ന് ഇത്തിരി ഡംബീസ് എനിക്ക് അടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ ഇട്ടി 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 ഹലോ. കിട്ടി. ഇട്ടി എടാ നീ ഞായറാഴ്ച രാവിലെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാണോ? ഞാൻ ഓട്ടയിലാണ്. അല്ല ഞാൻ ഒരു സർപ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചേക്കോ, പെട്ടെന്ന് കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോ. അങ്ങനത്തെ ഒരു സർപ്രൈസ് ആണ്. ശരി 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 ഞാനേ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇവിടെ വരും. പിന്നെ നമ്മുടെ ആ പേർഷ്യൻ കാറ്റും മൂക്ക് ചെളിഞ്ഞ ഷേപ്പില്ലാത്ത പട്ടിയും കൂടെ പല വിഷയം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ മണ്ടയ്ക്ക് കയറി സ്ക്രാച്ച് ഉണ്ടാക്കാതെ നീ നോക്കണം. ഈ TVക്ക് ഒരു കേടുപാട് ഉണ്ടാകാൻ പാടില്ല. അവൻ ഇവിടെ വരുന്ന കാണുമ്പോൾ അവൻ കണ്ണ് തള്ളണം, എനിക്ക് ഡംബീസ് അടിക്കണം. അവന്റെ മുമ്പിൽ കിടന്ന് എനിക്കൊന്ന് കുന്തളിക്കണം. മനസ്സിലായോ? ഓക്കേ ഓക്കേ ഓക്കേ. എന്റെ ഭഗവാനേ, എന്നെക്കാളും വലിയ TV ഇന്ന് ഇതിന്റെ കിടുതാപ്പ് ഒന്നറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്റെ ദൈവമേ, ഇന്നെന്നെ കൊല്ലും. ഹലോ. എടാ പിന്നെ ഒരു 74 ഇഞ്ച് LED TV നന്നാക്കാൻ എത്ര കാശാകൂടാ? ഏതാ കമ്പനി? ഏതാ? സോനാപാനിക്. പാനസോണിക്. അതെ, എത്ര കാശാവും? ഒരു 10,000 രൂപയെങ്കിലും വേണ്ടി വരും. 10,000 രൂപയോ? എന്റെ കിഡ്നി കൊടുത്താൽ എത്ര കിട്ടൂടാ? വെറുതെ കൊടുത്താലും കാശ് കിട്ടുമെന്ന് തോന്നണില്ല. ആണോ? അത് പൊളിഞ്ഞേ. പിന്നെ എടാ പോലെ നിന്റെ ആധാർ അളിയൻ കൊണ്ടുപോയി എടുപ്പിച്ചു തന്നോ? അത് എടുപ്പിച്ചു തന്നില്ല. ഇല്ലേ? ദൈവമേ, അതും പൊളിഞ്ഞ്. ശരിയുടെ മക്കളെ, ഞാൻ വിളിക്കാം. എന്റെ ദൈവമേ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എടാ, ഈ ചപ്പൻ ചവറും എല്ലാം കൂടെ ആ വാതക്കേട്ട് കത്തിക്കരുന്ന് ഞാൻ പറഞ്ഞു തന്നോടാ. എന്തോ പുകഞ്ഞു കരിഞ്ഞ വാടവിളി. പിന്നെ ഈ വരുന്ന ദിവസം ക്രിസ്മസ് ആണ്. അപ്പോ നമുക്ക് ഈ നാട്ടിൽ ഞാൻ എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടും നാട്ടുകാർക്കും ഇടവക്കാർക്കും എന്നെ ഒരു വിലയില്ല. അങ്ങനെ വില ഉണ്ടാക്കാനായിട്ട് നമുക്ക് ക്രിസ്മസിന് എന്ത് ചെയ്യാൻ പറ്റും? മുതലാളിക്ക് നാട്ടിലെ ക്രിസ്മസിന് വിലയുണ്ടാക്കാൻ പറ്റിയ ചെറിയ കുരുത്തരോഹപ്പണി എന്റെ കയ്യിലുണ്ട്. കുരുത്തോലപ്പണിയോ? കുരുത്തോലപ്പണിയല്ല, കുരുത്തരോഹപ്പണി. ഓഹോ. അതായത് ഇടവകക്കാര് കരോളുമായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആണ്ടടാ നമ്മുടെ മുറ്റത്ത് നിൽക്കണു ഒരു മാവേലി. എങ്ങനെ ഉണ്ടാവും? ക്രിസ്മസിനോ? മാവേലിയോ? ആ വേഷം ഞാൻ തന്നെ കെട്ടിയിരുന്നാൽ അതെങ്ങനെ ഉണ്ടാവും? അത് കിടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മഹാബലിയുടെ കൈ 2 കണിക്കുന്തം കൂടെ കൊടുക്കാം. എന്റെ ദൈവമേ, ഇവർക്ക് വട്ടാവും. ഇത് വിഷു ആണോ ക്രിസ്മസ് ആണോ ഓണാണോ ചോദിച്ചിട്ട് ചുമ്മാ പ്രാന്ത് പിടിച്ച് കിടക്കുന്ന പോലെ. പിന്നെ എന്റെ TV നോക്കിക്കോണ്ടേടാ. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ടെന്ന്. അവൻ വരുമ്പോ ആ പട്ടിയാങ്ങാൻ ഇവിടെ കേട്ടാ മോണ. ഇങ്ങിരിക്കണ പട്ടിയ അതിനെ കേട്ടല്ലോ ഇവിടെ കേട്ടോ. ഇതെന്നാ ഷോൾഡറും ദേഹമായിട്ട് പിണങ്ങി നിൽക്കണം. അതൊരു ലോജിക്കില്ലാത്ത നടത്തം.
അതൊന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്ന് മക്കള് വന്നായിരുന്നു. ആണോ? നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും മാങ്ങ കുത്തി കേട്ടായിരുന്നു ഭയങ്കര ആഗ്രഹം. കേട്ട പാട് കേൾക്കാത്ത പാതി ഞാൻ ഈ മാവിന്റെ മേലെ വലിഞ്ഞു കയറി. നിക്കറിടാത്ത കേസ് എങ്ങനെയോ പുളിയനൂറും പറഞ്ഞു. എന്റെ അമ്മേ, ഒരു കടി തുടങ്ങിയിട്ട് എന്റെ 4 കറക്കം കറങ്ങിയ താഴെ വീണത്. അതിനുശേഷം ഇങ്ങനെയാ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അവനെവിടെ ഒരു വർക്കിച്ചനെ ഏമ്പക്കം കൊണ്ടുപോയി. വർക്കിച്ചോന്ന് സർപ്രൈസ് ഒരു കാര്യം ഇവൻ പറഞ്ഞോ നിന്നോട്? ഇല്ല. പിന്നെന്താ വർക്ക് ചെയ്യിച്ചോന്ന് ചോദിച്ചത്? പറഞ്ഞായിരുന്നെങ്കില് പിന്നെ എടാ രാവിലെ വരുമെന്ന് പറഞ്ഞാണോ നീ പറഞ്ഞേ? രാവിലെ 8 മണിക്ക് വരുമെന്ന് നീ പറഞ്ഞിട്ട് രാവിലെ 10 മണിയാകുമ്പോ ഉറക്കഞ്ഞിട്ട് റെഡി ആയിട്ടിരിക്കാൻ ഞാൻ. എന്നിട്ട് നീ വന്നു രാവിലെ 9:00. ഇനി 11:30 മണി വരെ ഞാനെന്തു ചെയ്യും? എന്നാ പറ്റി? ആകെ മണിയിൽ പിടിച്ചൊരു കൂട്ടക്കളി. എന്റെ കൊച്ചെ അറിയാമല്ല, അങ്ങോട്ട് കയറിപ്പോ അടുക്കളയുടെ കട്ടലപ്പടിയിൽ ഒറ്റയിടിയാ. എന്റെ പൊണ്ണ് വർക്കിച്ചാ ഒന്നും പറയണ്ട. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിർത്തി തിന്നാം. അതാണോ ഞാൻ പറഞ്ഞത്? ഞാൻ പറയാന്ന് രാവിലെ തന്നെ വീട്ടിൽ കടന്നു ഭയങ്കര വിഷയം. ഓഹോ, ഞാൻ നിന്റെ മൂത്ത ചെറുക്കനെ ജർമ്മനിലേക്ക് വിളിച്ച് പറയാനിരിക്കുകയായിരുന്നു. പിന്നെ ഉടനെ കറണ്ട് അടുപ്പിക്കണം, നീ വല്ലാത്ത വിഷയം. ഞാനാണോ വിഷയം ഉണ്ടാക്കിയത്? രാവിലെ തന്നെ വൈഫ് എണീറ്റ് ഇഷ്യൂ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഉടനെ ഒരു കമ്പനി ഇട്ടം കൊടുക്കണ്ടേ? എന്തിന്? രാവിലെ വൈഫ് സ്വന്തമായിട്ട് ഷൂ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഉണ്ടാക്കിയെന്നാണോ പറഞ്ഞത്? ഇഷ്യൂ ഉണ്ടാക്കി, വഴക്കുണ്ടാക്കിയെന്ന്. ഓ, സ്വന്തമായിട്ടോ? അത് ശരി. വർക്കിച്ചാൻ അറിയാലോ, എനിക്ക് രാവിലെ ഓടാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ടെന്ന്. സാധാരണ അങ്ങനല്ലോ, നീ അങ്ങോട്ട് നടന്നു പോകും, തിരിച്ച് നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കുകയാണല്ലോ. അങ്ങനെയാണല്ലോ? ഇതങ്ങനെയല്ല, അങ്ങനെയല്ല. ശരിക്കും ജോഗിങ്ങിന് വേണ്ടി പോയതാ. ഓഹോ, രൗണ്യേ. ഞാൻ അങ്ങനെ ഓടാൻ വേണ്ടി ചെന്നപ്പോഴേക്കും നമ്മുടെ ഷാരോത്തുള്ള സന്ധ്യയില്ലേ, സന്ധ്യയുടെ വീടിന്റെ അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ചെറിയൊരു തലകറക്കം. കറക്റ്റാ കേട്ടോ. ഈ ഷാരോത്തെ സന്ധ്യയുടെ വീടിന്റെ വാതക എന്തോ പ്രേതശല്യമുണ്ട്. അവിടെ വീടിന്റെ വാതക ചെന്നപ്പോൾ എനിക്കൊരു വയറുവേദന. എനിക്കറിയില്ല എന്തോ. എന്നിട്ടാ എനിക്ക് തല ഇറങ്ങിയത് കൊണ്ട് ഈ പ്രേതത്തിന്റെ കൂടെ ഞാൻ നിൽക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് ബാക്കി? ഞാൻ അങ്ങനെ ചെന്നപ്പോഴേക്കും നമുക്ക് തലകറക്കല്ലേ. ഞാൻ അങ്ങനെ സന്ധ്യയുടെ വീട്ടിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഭാര്യ വന്നിട്ട് ചെവിക്കളം നോക്കൊരു ഒറ്റ അടിയുന്നു. ഭാര്യമാരുടെ കുഴപ്പം ഒരു കാര്യം എന്താണ് എങ്ങനെയാണ് ഒന്നും ചോദിക്കില്ല, അപ്പടിക്കും. അല്ല, എന്ത് പറഞ്ഞിട്ടാ ഭാര്യ അടിച്ചത്? തലകറക്കം വന്ന നീ എന്തിനാടാ പട്ടി സന്ധ്യയുടെ നൈറ്റ് എടുത്തിട്ടേക്കണേന്ന്. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്താൻ വേണ്ടിട്ട് ഒരു നേരം എടുത്തു. പക്ഷെ ആ കാര്യത്തിൽ എന്റെ ഫ്രണ്ട് വർക്കിച്ചനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. വൈഫ് മരിച്ചത് 20 years ആയി. ഇതുവരെയും ഇവന്റെ വിൽ പവറിന് ഒട്ടും കുറവില്ല. ഐ അപ്രീഷിയേറ്റ് യു. ഇന്നലെ 2 പ്രാവശ്യം കൂടെ അപ്രീഷിയേറ്റ് ചെയ്ത എപ്പോ പോയിന്ന് വെച്ചാ ഈ പുള്ളിയുടെ വിൽ പവർ. കഴിഞ്ഞ തവണ ഇവൻ പള്ളിയിൽ വന്നു. എന്റെ വീട്ടിൽ കയറി ഇവന്റെ കണ്ണ് ഞാൻ തള്ളിപ്പിച്ചിട്ടാ വിട്ടത്. കേക്കണോ, ഇവന് ഞാൻ കഴിക്കാനാന്ന് പറഞ്ഞ് സൂത്രത്തിൽ വിളിച്ചു വരുത്തി. എന്റെ വീട്ടിലെ TV കണ്ട് കണ്ണ് തള്ളി. അതിന് പകരം നിന്നെ കണ്ണ് തള്ളിക്കാനാണ് ഞാൻ ഈ ആഴ്ച നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എന്തിന്? നീ എന്നെ ഇവിടെ ഒരു ചെറിയ TV കാണിച്ച് കണ്ണ് തെളിയിച്ചെങ്കിൽ എന്നെ ചെറുക്കനെ ജർമ്മനിലേക്ക് വിളിച്ചു പറഞ്ഞു പടമുണ്ടായിരുന്ന ഒരു സാധനം ഇവിടെ മേടിച്ചു വെച്ചു. TV മേടിച്ചോ? പിന്നല്ലാതെ നീ എന്താ വിചാരിച്ചു തീപ്പെട്ടിക്കൂടെ കൊണ്ട് ട്രെയിൻ ഉണ്ടാക്കി വെച്ചേക്കോണം. എടാ, പടമുണ്ടായിരുന്ന TV കണ്ണ് ചിമ്മിയാൽ ഓണാകുന്ന സൈസ്, പല പല ടെക്നിക്ക് ഉള്ളത്. നീ ഇതിന്റെ പകുതി അവിടെ കാണിച്ചെങ്കിൽ അതിന്റെ 3/4 വലിപ്പമുള്ള ഇവിടെ കാണിക്കും ഞാൻ. എപ്പോഴും ഇങ്ങനെയാ. ഞാൻ എന്തെങ്കിലും സാധനം മേടിച്ചാൽ അതിന്റെ വലിയ സാധനം ഇവനും മേടിക്കും. എന്തായാലും ഇത്രയും വലിയ TV ഒക്കെ മേടിച്ചു വെച്ചല്ലേ, അടുത്ത ദിവസം ഇതിന്റെ 10 ഇരട്ടിയുള്ള TV ഞാൻ എന്റെ വീട്ടിൽ മേടിച്ചു വെക്കാം. പൊളിയും. കാരണം ഇത് ന്യൂ എഡിഷൻ ആണ്. ഇതിറങ്ങി 5 മാസം കഴിഞ്ഞിട്ട് പുതിയ സാധനം കമ്പനി ഇറക്കും. ഞാൻ തോറ്റു. വീണ്ടും തോറ്റു. മോനെ ചെറുക്കാട്ടാ, ആ റിമോട്ടറാ, അവനൊന്ന് കണ്ണ് തള്ളട്ടെ. റിമോട്ട് അവനെ ഞാൻ ഇന്ന് കണ്ണ് തള്ളിക്കും. ഞാൻ കണ്ണ് തള്ളിക്കും കേട്ടോടാ. എടാ, ഇവിടെ പടക്കം കിട്ടുമെങ്കിൽ അറേഞ്ച് ചെയ്യണം. കണ്ണ് തള്ളുമ്പോൾ കൂട്ടിയിട്ട് പൊട്ടിക്കാം. നീ കാലുമേ കാലെ കെട്ടി വെച്ചെന്ന് എനിക്ക് കണ്ടോടാ. ആമ്പിളാർ മേടിച്ചു വെച്ച സാധനം കണ്ടതാ. എന്റെ കർത്താവേ, എവിടെ? ഇതാണ് ഈ TVയുടെ ആദ്യത്തെ പ്രത്യേകത. വെച്ച് ആദ്യം നമ്മൾ വെക്കുമ്പോൾ ഇത് തെളിയുകയില്ല.
കാരണം നമ്മുടെ കണ്ണും അതുമായിട്ട് ഒരു ഇത് വേണം, സുരക്ഷയ്ക്ക് വേണ്ടി ഓരോരോ മാർഗങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നു. അതാണ് ഇപ്പൊ കണ്ടോ വർക്കായില്ലല്ലോ. ഇതാണ് എന്റെ രണ്ടാമത്തെ പ്രത്യേകത. ഓഹോ. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഞെക്കിയാലും ചിലപ്പോ ഇത് വർക്ക് ചെയ്യില്ല. ടെക്നോളജി ടെക്നോളജി അതാണ് അതിന്റെയാണ്. ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നു. ഇത് സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് നമ്മൾ ലണ്ടനിൽ നിന്ന് വരുത്തിയ ടിവിയാണ്. അപ്പൊ ലണ്ടനിൽ പോയി കാണണോ? അല്ല, ഇന്ത്യൻ സമയവും ലണ്ടൻ സമയവും തമ്മിൽ നല്ല അന്തരമുണ്ട്. അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു 12:30-12:45 ഇത് ഓടാവുമ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ വാ. ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇതിന്റെ മറ്റേ ഡീറ്റെയിൽസ് എല്ലാം വായിച്ചങ്ങ് പഠിച്ച് കാറ്റലോഗ് ഞാൻ വായിച്ച്. പിന്നെ തോപ്പിച്ച് ടെക്നോളജിയാ. ടെക്നോളജി ഇത് കാണാ. ടെക്നോളജിയുടെ കിണ്ടി. ഈ ടി വി അടിച്ചു പോയതാടാ. അല്ല, അടിച്ചു പോയതല്ല. ഈ അടിച്ചു പോയി. ഈ ടി വി അടിച്ചു പോകാത്ത ടി വി ഇത്ര ഞെക്കിട്ട് വരാത്തന്നാടാ. നീ എന്നെ ചമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിട്ടാ ഡാൻസ് കളിക്കണം. അതെ, എടാ ടി വി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള പൈസക്കാരുടെ വീട്ടിലിരിക്കുന്ന സാധന. നിന്നെ പോലുള്ള പുത്തമ്മണക്കാരുടെ വീട്ടിൽ ടി വി ഇല്ലേ? ടെക്നോളജിയാ, ടി വി ഇല്ലേ? ടെക്നോളജിയാ, ടി വി ഇല്ലേ? ഈ വൈഫ് എന്റെ ഭാര്യയെ വിളിച്ചത് പറയട്ടെ. രാമണി ഇവിടെ വാ. എന്തോ ഞാൻ അകത്തോട്ട് പോയോ? ഞാൻ അകത്തോട്ട് പോയപ്പോൾ ഇതിന്റെ എവിടെയും പിടിച്ച് ഞെക്കിയോ? സത്യമായിട്ട് എന്റെ 2 പിള്ളേരാണ് സത്യം. ഞാൻ ഞെക്കിയില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഞാനും ഞാൻ ഞെക്കിയെടുത്തോണം. ഞാനിപ്പോ വരും. വേണ്ട, ഉള്ളത് പോലെ പറഞ്ഞോണം. ഞാൻ ഞെക്കിയില്ല. അവിടെ പിടിച്ച് ഞെക്കിയടാ. ഞെക്കിയില്ല. എങ്ങനെയാ ഇത് കംപ്ലൈന്റ് ആണ്? എനിക്ക് പുതിയ സാധനം മേടിച്ചു വെച്ചേക്കണ എങ്ങനെയാ കംപ്ലൈന്റ്? ഞാൻ കുരുമുളക് പറിച്ച് ചാക്കിലാക്കി. നീ ചെക്കിയോ? നീ സച്ചിൻ ബോൾ ഇത് നീ കോംപ്ലൈന്റ് ആക്കിയോടാ. എനിക്കൊരബദ്ധം പറ്റി. ഞാൻ ഞെക്കേ. പോകരുത്. നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങോട്ട് മാറിയില്ല. അപ്പൊ അവന്റെ മുമ്പ് ഞാൻ പൊളിഞ്ഞ് നാറുന്നു. അമ്മേരിക്കുട്ടിയെ, എനിക്ക് കഴിഞ്ഞ തവണ നമ്മുടെ വർക്കിച്ചൻ വീട്ടിൽ വന്ന് ടി വി കണ്ടില്ലേ, അവൻ അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഒരു ടീം മേടിച്ചത് വർക്ക് ചെയ്യുന്നില്ലേ? അയ്യോ, എനിക്കങ്ങ് നിന്നിട്ട് അവൻ ചമ്മി നിൽക്കുക, ചമ്മി പുഴുങ്ങി അവൻ നിൽക്കുക. എടി, ഇത്തവണ നമ്മൾ ജയിച്ചടി. എടി വർക്കിച്ചനെ അവൻ ചമ്മി നിന്നെ ആണ്ടേ. ചേടാ, ഇത് LED ടി വി അടിച്ചു പോണ സീസണാണോ തോന്നണേ? വീട്ടിലിരിക്കുന്ന ടി വി രാവിലെ കത്തിപ്പോയെന്ന്. എടാ, എന്റെ വീട്ടിലെ ടി വി അടിച്ചോണ്ടെങ്കിൽ നിന്റെ വീട്ടിലെ ടി വി പഠിച്ചു പോകും. അതാണ് തമ്പുരാൻ. നീ എന്നെ ജയിക്കാൻ നോക്കണ്ട. ഇപ്പൊ നിന്റെ അടിച്ചു പോയത് കേട്ടാ. നീ എങ്ങനെയാണെന്ന് കുന്തിലിക്കണ്ടടാ. ഞാൻ മേടിച്ച ടി വി 1 മാസത്തോളം ഞാൻ കണ്ടു കേട്ടോടാ രാവുണ്ണിയെ. ഇവന് അത് 1 നിമിഷം പോലും കാണാൻ പറ്റിയില്ല. അപ്പൊ ആരാ ജയിച്ചത്? അവിടെ എന്ത് ഞാൻ ജയിച്ചു? പക്ഷേ ഞാൻ ഇവന്റെ മുമ്പിൽ തോക്കാൻ കാരണം നീ കൊണ്ടെടുത്തില്ലടാ. നീ ഇത് കംപ്ലൈന്റ് ആക്കിയോണ്ടല്ലോ ഞാൻ തോറ്റുപോയത്. എന്റെ മുതലാളി ഒന്ന് ചിന്തിച്ചു നോക്കി. ഇട്ടിച്ചന്റെ ടി വി അടിച്ചു പോണേക്ക് മുമ്പ് നമ്മുടെ ടി വി അടിച്ചു പോയില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഞാനാണ് നിന്റെ മുമ്പിൽ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പുതിയ ടീം മേടിച്ച് ഓൺ ദ സ്പോട്ട് ഞാൻ കത്തിക്കും. ഒരിക്കലും നടക്കില്ല. 5 മാസം കഴിയാതെ പുതിയ സാധനം ഇറങ്ങുകയല്ല. ഞാൻ ടി വി കമ്പനി ചെന്നൊരു ടി വി കത്തിക്കും. അപ്പൊ ഞാൻ നേരെ ഷോറൂമിൽ ചെന്ന് ഷോറൂം കത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഷോറൂം ഉണ്ടാക്കണമെന്ന് ഞാൻ കത്തിക്കും. എന്ത് കഷ്ടം നോക്കി. ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്, ഉണ്ടവന് പാകിട്ടാഞ്ഞിട്ട്, കാശുള്ളവന്റെ ഓരോ വിഷമേ.